ഡൗറി. അപ്പം ഇത്രയും നാൾ നമ്മൾ എനിക്ക് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് അല്ലെങ്കിൽ ഇനി മക്കളെ കെട്ടിച്ചു വിടാൻ പോകുന്ന കപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അവരുടെ ഒപ്പീനിയൻസും വ്യൂ പോയിന്റ്സ് ഒക്കെ അറിയുന്നത്. സോ റൈറ്റ് നൗ വി ആർ ഹിയർ അല്ലെങ്കിൽ ഓൺ ദിസ് എപ്പിസോഡ് വി ആർ ലുക്കിംഗ് അറ്റ് ദി ഒപ്പീനിയൻസ് ഓഫ് എ യങ്ങർ ജനറേഷൻ, അല്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ഭാവിയിൽ നിയർ ഫ്യൂച്ചർ കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ ഒരു എന്താ പറയുക ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ വാട്ട് ദേ തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ ഇൻ ദ സൊസൈറ്റി. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ അറിയാൻ പോകുന്നത്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ പറഞ്ഞ പോലത്തെ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. സോ ഷീസ് വൺ ഓഫ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്സ്. സോ അവളെ എക്സ്പ്ലെയിൻ ചെയ്യാവളെ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവളെ പറ്റി. ഓക്കെ, സോ എൻ്റെ പേര് റിബേക്ക മരിയ ബെന്നി. ഞാൻ ബാംഗ്ലൂരിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. ആൻഡ് ദെൻ ഐ ഡിഡ് മൈ ഡിഗ്രി ഇൻ സൈക്കോളജി, ജേർണലിസം ആൻഡ് വിമൻ സ്റ്റഡീസ്. ഇറ്റ്സ് എ ട്രിപ്പിൾ മേജർ ആസ് ഫോർ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ കറന്റ് ഐ എം വർക്കിംഗ്, ബട്ട് ഐ എം വർക്കിംഗ് ഇൻ എ മീഡിയ ഫീൽഡ്. ഐ എം ആക്ച്വലി an online journalist. I'm working as an online journalist currently. So എനിക്ക് കുറച്ചുകൂടെ ഒരു ലൈക് ലുക്കിംഗ് അറ്റ് വാട്ട് ഷീ ഹസ് ഡൺ ആൻഡ് വാട്ട് ഷീ ഈസ് ഡൂയിങ് റൈറ്റ് നൗ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു വെരി വാലിഡ് വ്യൂ പോയിന്റ്സ് ഇതിൽ കിട്ടും എന്ന് ഐ എം വെരി ഷുവർ. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഫസ്റ്റ്ലി ഇപ്പം വി നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ഈ ഒരു ഡൗറി ഇഷ്യൂ, അതിനെ ബേസ് ചെയ്ത് വിമൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുമ്പോൾ സേ റെബേക്കയുടെ ഒരു മാരേജ് പ്രപ്പോസൽ നടക്കുന്ന സമയത്ത് ഫ്രം യുവർ ഇൻലോസ് ചോദിക്കുക ദേ വോണ്ട് ഡൗറി ഓർ അങ്ങനെ എന്തെങ്കിലും യുവർ പേരൻസ് ആർ ടെല്ലിങ് ദാറ്റ് ഞങ്ങൾ ഇത്ര കൊടുക്കാം, ഞങ്ങൾ നോക്കാം, അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ് അബൌട്ട് ഇറ്റ്? ഓക്കെ, സോ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കണ്ടതും കേട്ടതും വെച്ചും ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫാമിലി ഓർ ദ പീപ്പിൾ ഐ നോ അവര് ഇപ്പൊ ആരും അങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഡൗറി കൊടുക്കുവാണ് അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരും ഡൗറി വേണം അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ എന്താ പറയുക സോ കോൾഡ് ഒരു കമ്മ്യൂണിറ്റി പ്രഷർ അല്ലെങ്കിൽ വാട്ട് ദ സൊസൈറ്റി വിൽ ടോക്ക് ഒരു ബേസിസിൽ എന്താ പറയുക പെണ്ണിന്റെ അച്ഛനും അമ്മയും പൊതുവെ അയ്യോ ഞങ്ങൾ ഒന്നും കൊടുക്കാണ്ട് പെണ്ണിനെ കഴിക്കുക വോട്ട് വിൽ ലീസ് ഒന്നും കൊടുക്കില്ല, അവർക്ക് ഒന്നും ഇല്ല പെണ്ണിന് കൊടുക്കാൻ, അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉണ്ട്. ആ ടോക്കിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ they term it as gift or it's something that I am giving for my daughter. They take out that word dowry. Yeah, dowry. They are taking out the word dowry and they have made it as gift. So I don't know how do I put it, but ഞാൻ കണ്ടത് വെച്ച് ചെറുക്കൻ്റെ ഫാമിലി പൊതുവെ ഓപ്പൺ ആയിട്ട് ചോദിക്കാറില്ല നമുക്ക് ഇങ്ങനെ ഐ മീൻ സ്ത്രീധനം വേണമെന്ന് ചോദിക്കാറുമില്ല. പെണ്ണുങ്ങളും അങ്ങനെ വേണം. പക്ഷെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ അകത്ത് ഓക്കെ അവർ എന്തെങ്കിലും തരും എന്നൊരു ഇതുകൊണ്ട് ഇവര് കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയുന്നുണ്ട്. സോ എനിക്ക് അതെന്ത് പറയേണ്ടതല്ല ലൈക്ക് ബിക്കോസ് ഇറ്റ് ഈസ് അപ് ടു ദാറ്റ് ഫാദർ ആൻഡ് മദർ ടു ഗിവ് ഇറ്റ് ഓർ നോട്ട്. പക്ഷെ എനിക്ക് ആകെപ്പാടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഡോണ്ട് മേക്ക് ഇറ്റ് എ പബ്ലിക് തിങ്. ലൈക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ട കല്യാണം ഐ മീൻ ക്രിസ്ത്യൻ വെഡിങ്, ഐ മീൻ ബീൻ ടു അതർ വെഡിങ്സ് മച്ച്. പക്ഷെ അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻ വെഡിങ്സിലൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടു പബ്ലിക് ആയിട്ടാണ് ദേ ഗിവ് ദ that so-called gift or dowry to the male family. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. സോ they know okay they giving something. എന്തോ ഉണ്ട് അതിലെന്ന് അറ്റ്ലീസ്റ്റ് അതൊന്ന് ഒഴിവാക്കുവാണെങ്കിൽ സോ others won't get pressurized like to give. പിന്നെ ഇഫ് എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ അച്ഛനാണേലും obviously മോൾ എന്ന രീതിക്ക് എന്തെങ്കിലും തരണമെന്നാണ് ബിക്കോസ് ഞാൻ വേറെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇൻ കേസ് അങ്ങനത്തെ ഒരു അച്ഛനുണ്ടെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ഹി put it on in my account or something, give it to me completely, that I have complete right on whatever he will be doing. Like my in-laws or be my better half or somebody doesn't have it is a gift from my dad to me. So I would use it for my personal use. In case അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ സജസ്റ്റ് ചെയ്തോളൂ. പക്ഷേ ആസ് യു സെഡ് ഡൗറി മൊത്തത്തിൽ ബാൻ ചെയ്തു. ലൈക്ക് ഈയുടെ മിസ്മയുടെ കേസ് വന്നപ്പോഴേ ഇപ്പോഴും എന്താ പറയുക പബ്ലിക്കായിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കാണാറുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ദിസ് ഇസ് വെരി ബാഡ്. ഐ തിങ്ക് ഈ ഒരു ഒപ്പീനിയൻ ശരിക്കും വാലിഡ് ആണ്. നേരത്തെ നമ്മുടെ പേരൻസ് പറഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പൊ റബിക്ക് പറഞ്ഞാൽ ഏകദേശം ഒരേ കാര്യമാണ്. ലൈക്ക് ഇഫ് യു ഗിവിംഗ് ഇറ്റ് ഗിവ് ഇറ്റ് ടു യുവർ ഡോട്ടർ. സോ ഷീ ഡിസൈഡ്സ് വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. അല്ലാണ്ട് അവർ വന്നിട്ട് ഇത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സാധനമായിരിക്കരുത്. സംതിങ് ദാറ്റ് യു ഗിവ് ടു യുവർ ഡോട്ടർ ബേസിക്കലി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ എന്താ പറയുക in the near future you're going to be married or near future, so it's not like something's happening and it's telling like she's in that age group, she has to get married in some time. So
സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം ഭയങ്കര ഒരു ട്രെൻഡിൽ നിൽക്കുന്നത് നോ ഗോൾഡ് വെഡിങ്, വേർ ഓർണമെന്റ്സ് എല്ലാം ടോട്ടലി എന്താ പറയാ നോ ഗോൾഡ് ആണ്, ഓൾ ദീസ് ഷോ ഓർണമെന്റ്സ് അങ്ങനെ യൂസ് ചെയ്യുന്ന കുറെ പേര് വരുന്നുണ്ട്. ദേ കമ്മിങ് ഫോർവേഡ് ടെലിംഗ് യു നോ വി ആർ അപ്പ് ഫോർ ദ നോ ഗോൾഡ് വെഡിങ് എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് അബൌട്ട് ഇറ്റ്? ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഗുഡ് ഓർ ഡു യു തിങ്ക് what do you think will be like when it comes to your wedding? എന്തായിരിക്കും, what will be your opinion about it? അതിപ്പം ഐ തിങ്ക് പേഴ്സണൽ ഇതാണ്. പക്ഷെ ഞാൻ ചില ബിഗ് ഫാൻ ഇന്ത്യൻ വെഡിങ്സ് എന്ന് പറയത്തില്ല, അത് അഗൈൻ ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അത് ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ബിക്കോസ് നമ്മൾ പറയും കല്യാണം ഒരിക്കലും നമ്മൾ കല്യാണം കഴിക്കുള്ളൂ. അപ്പം അത് നമ്മുടെ ഏതൊരു പെണ്ണിനും അല്ലെങ്കിൽ that's a very special day for them. So they want it to be remembered and things. But at the same time, I don't want that to be like pressurized on anybody else. For example, I mean, I don't know what is waiting for the future. So, I don't want me to wear things beyond my capacity. Like, I don't want to go to my dad or my family members. എനിക്ക് അത് വാങ്ങിക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അതിനൊരു പ്രാപ്തി ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ഐ എം റെഡി ടു ബൈ. ആൻഡ് എക്സാമ്പിൾ ഞാൻ ഫുൾ ആയിട്ട് അതിലേക്ക് സ്പെൻഡ് ചെയ്തില്ല. പ്രോബബ്ലി ഐ വുഡ് ഗോ ഫോർ വൺ സിൽവർ ഓർ ഡയമണ്ട് ചെയിൻ, സംതിങ് ലൈക്ക് ദാറ്റ്, or a gold which would look elegant at the same time which doesn't look bombarding also. Which is ഇപ്പൊ എന്താ പറയാ whatever you can afford. അതിന് വേണ്ടി ലൈക്ക് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് you're not gonna like borrow money or ഒരു വലിയൊരു burden എടുത്ത് തലയിൽ വെക്കുന്ന അത് എന്താ പറയാ, നമ്മള് സൈക്കോളജിയിലൊക്കെ പഠിക്കുമ്പോഴും പറയും we get pressurized by the society. പക്ഷെ എനിക്ക് അറിയത്തില്ല അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണ് അല്ലെങ്കിൽ. പക്ഷെ ഞാൻ പൊതുവെ കാണുന്ന ആൾക്കാരോട് മിണ്ടുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയുന്നത് ബി yourself, don't get pressurized or don't get influenced by others. But it's not easy. We always get influenced, we always get inspired by what others do. അപ്പൊ അവര് ചെയ്യുന്നു, അപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്താ പറയാം, അത് ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ again it's not that easy. It's human mind and you can't control one's mind. So okay, this is a serious, very serious question and that's what it shouldn't happen. നമ്മൾ ഈ അബ്യൂസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. So in case after your wedding you happen to face an abuse വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും, say dowry ആയിരിക്കാം അല്ലെങ്കിൽ anything, so ഒരു mental or a verbal or a physical abuse face ചെയ്യേണ്ടി വന്നാൽ what will be your response to it or how will you deal it? Literally say no. There is no second thinking in it. Like we are in 21st century. Both women and men are getting equal amount of education and they are seeing the world the same way and they are getting the proper exposure. I don't think there is a necessity for women to still adjust to that so-called family status സംരക്ഷിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ക്ഷമിക്കുക. ഇനി ക്ഷമിക്കൽ not necessary. We are not in any 19th 18th century. We are in 21st century. Everybody is capable enough of standing on their own foot. പിന്നെ ഞാൻ വേറെ കാര്യം പറയാന്ന് വെച്ചാൽ I mean abuse is very wrong. പക്ഷെ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്ന മുന്നേ അവർക്കൊരു സ്വന്തമായിട്ട് ജോലി വേണം. So later something happens, they shouldn't be a burden to anybody. As in, I'm not saying women is a burden or men. Even men, be it men also. I don't like the fact that 27 വയസ്സിൽ 30 വയസ്സിൽ ചെറുക്കന്മാർ ഇപ്പോഴും അപ്പന്റെ അമ്മയുടെ പൈസയിൽ ജീവിച്ച് അത് it is not an independence. I wouldn't say that is an independence. Same with women also. If in case she faces any abuse or anything with her in-laws or better off or whatever, തിരിച്ചു വരുമ്പോൾ അച്ഛൻ obviously I hope most of our parents are willing to accept us back. പക്ഷെ അതിൻ്റെ കൂടെ we should be able to stand on our own leg. അവർക്ക് കാണിച്ചുള്ളത് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അത് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം. ഇപ്പത്തെ നമ്മളിപ്പോ we are all educated, പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ കണ്ടീന്ന് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള കാര്യം എത്ര എഡ്യൂക്കേഷൻ ആണെങ്കിലും whatever it is, ഇപ്പോഴും എന്താ പറയുക കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ജോലി ഉപേക്ഷിച്ചിട്ട് വീട്ടിലിരിക്കുക, അങ്ങനത്തെ കുറെ പെണ്ണുങ്ങൾ എന്റെ പ്രായത്തിൽ അറ്റ്ലീസ്റ്റ് around me ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി it is very saddening. Like അപ്പൊ അച്ഛനും അമ്മ പറയും ഒറ്റൊരു മോളല്ല അങ്ങ് പെട്ടെന്ന് കല്യാണം കഴിച്ചിട. That is a very wrong
thinking that parents should get rid of like ഒരു പെണ്ണൊരു ഭാരമാണ് പെട്ടെന്ന് കെട്ടിച്ച് വിടുന്ന അതൊന്നും because later we don't. First of all, we don't even know their family properly, and because they say, "Achannodu middle അച്ഛൻ നമുക്ക് വർഷമായിട്ട് അറിഞ്ഞില്ല അവരോട് വിടുന്ന പ്രശ്നമാണ്." പക്ഷെ എവിടുന്നോ വന്ന് എങ്ങോ അറിയത്തില്ലാത്ത ഫാമിലിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചതിന് ഒരു പ്രശ്നമില്ല. It is like I don't want to say that. True. Yeah. So yeah, for that I would say no, and. Moreover, family, okay, fine, I understand we're living in an Indian society, and Indian main family values, and it's not like we're living in America, US, whatever. So, the main question, the main thing that we face or we fight is our family values, emotional sentiments. പഴമക്കാരൻ പറഞ്ഞതാണ് അതിന്റെ അല്ല. യു ഹാവ് ടു സീ ദ സിറ്റുവേഷൻ പിന്നെ ഇപ്പൊ കുറെ കൂടി ആൾക്കാർ എന്താ സയന്റിഫിക്കലി ആണെങ്കിൽ കുറെ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത്. സോ വി ഡോണ്ട് ഹാവ് ടു ഫോളോ എവറിഥിങ് ബ്ലൈൻഡ്ലി വാട്ട് ജസ്റ്റ് ബിക്കോസ് വി ഹാവ് ടു respect their emotional sentiments. Adana I mean I know it's not easy, പക്ഷെ slowly we should understand I am an individual, that husband I married him, okay fine, we understand. No, it is a marriage between two families, please know. It is a marriage between two individuals, so he should take her stand more than family. If he thinks that they are doing wrong, I mean I don't think he should take that only our end of no. You married me, you didn't marry your family or my family. Yeah, or your family didn't marry you. Yeah. So അതൊരു അങ്ങനത്തെ ഒരു എന്താ പറയുക സംഭവം നമ്മുടെ ഫാമിലിയിൽ മനസ്സിലാക്കേണ്ട ഹൈ ടൈം ആണ് ആക്ച്വലി. So it's like if family side of the variety, your husband should be able to stand up and say no. You cannot do this, and the other way around also. If your husband is taking that stand, his family they should stand up for you. Like you cannot do that against her എന്ന് പറഞ്ഞു. ഇതിപ്പോ പറയുന്നതിൽ പൊതുവെ നമ്മുടെ കൾച്ചറൽ ഫാമിലീസിൽ അഹങ്കാരമാണ് അല്ലെങ്കിൽ അവർക്ക് ഫാമിലി വാല്യൂസ് ഇല്ല, അതൊന്നുമല്ല. Respect is different, and standing for what you think is right and is different. So no matter keeping up that old sentiments or old sentiments തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ഈ കാലത്ത് ശരിയല്ല, അത് ശരിയല്ല. അതിന് you don't have to കാലങ്ങളായിട്ട് അവരിങ്ങനെ എന്താ പറയാ ജനറേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് വന്ന സാധനമാണ്. അത് നമ്മളായിട്ട് അതില്ല. പ്ലീസ് കമോൺ. ഇവിടെയൊക്കെ പഴമക്കാർ പറഞ്ഞ 2 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണം, പക്ഷെ ഇപ്പം ഡോക്ടർ സേ till 4 months. That is scientifically proven. അവരങ്ങനെ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എന്തോ കുറുക്ക് അതൊക്കെ കൊടുക്കുക. No, you shouldn't actually. Like I went through some research also. You shouldn't actually. It's not very good for the kid. പക്ഷെ ഇല്ല, പഴമക്കാർ പറഞ്ഞ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇല്ല, no. Nothing happened to them. അതാണ് എല്ലാരും പറഞ്ഞത്. ഞാൻ എങ്ങനെ ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. No, you shouldn't. Follow what science is saying and keep up with the time. Yeah, keep up with the time. So I think അതൊരു ഭയങ്കര വാല്യൂ പോയിന്റ് അല്ലേ. just because your ancestors did something അല്ലെങ്കിൽ എന്താ പറയാ പണ്ട് തൊട്ടേ ആൾക്കാർ ഇങ്ങനെയായിരുന്നു, നമ്മളത് എപ്പോഴും ഫോളോ ചെയ്ത ഒരു ഡൗറി സിസ്റ്റം ആണെങ്കിൽ പോലും. കാരണം പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, അതായത് വളരെയധികം പഴയ കാലത്ത് നമ്മൾ കാണുന്ന ഡൗറി സിസ്റ്റം that's been carried on ഇപ്പൊ വരെ. ആക്ച്വലി അതിനൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ പഠിച്ചതും വിമൻസ് സ്റ്റഡീസ് ഞാൻ പഠിച്ചതുകൊണ്ട് ഞാൻ പറയാം. ലൈക് പണ്ട് കാലത്ത് when they used to give something to the women, actually അതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. ബിക്കോസ് അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. അവര് പുതിയ വീട്ടിലേക്ക് അങ്ങനെ അപ്പം ആക്ച്വലി അന്ന് കൊടുത്തോണ്ടിരുന്നത് വീട്ടിലേക്കുള്ള പുതിയ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അന്ന് ഇങ്ങനെ കാറും വണ്ടി ട്രെയിനും ഒന്നും ഉണ്ടായിരുന്നില്ല. So it was a journey actually for them. So basically the Pendita family was trying to help them or preparing them to start their family. Adu happens. Adine dowry, gold eyes, asset eye, അതായി commodity വണ്ടി ആയി കാർ ആയി ഫ്ലാറ്റ് ആയി അങ്ങനെ കുറെ കാര്യങ്ങൾ. ഞാൻ ഇത്ര വേണം എന്നായി. പക്ഷെ നമ്മൾ ചോദിച്ചു വാങ്ങലായി. അതൊന്നുണ്ട്. അതേപോലെ ഇപ്പൊ പണ്ട് തൊട്ട് വീട്ടിൽ പറഞ്ഞത്, അതായത് എന്താ പറയാ പെണ്ണ് കെട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് ലിസൺ വാട്ട് എവർ യുവർ ഹസ്ബൻഡ് സേസ്. തിരിച്ചൊന്നും പറയാൻ പാടില്ല, ഒപ്പീനിയൻ വോയിസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച്.
and you should be able to stand up for yourself. I think ഭയങ്കര relevant ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളുമാണ് റെബേക്ക ഇത് നമ്മളിവിടെ ഷെയർ ചെയ്തേക്കുന്നത്. I think most of us from our generation or our age group thinks like this. ഇങ്ങനെയാണ്. And I mean they want to also. Yeah, that's what I was going to say. If you are not thinking like this, I think it's time you start changing. Instead of അതായത് എത്രയും പെട്ടെന്ന് ഒരു 10, 21, 22, 23 വയസ്സായി കല്യാണം കഴിച്ചൊക്കെ പോയി ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ അവിടെ ആ വീട്ടിൽ സെറ്റിൽ ആയിക്കോളാം എന്നുള്ളൊരു തോട്ട് മാറ്റി ഐ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ് മൈസെൽഫ്. എന്റേതൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാനൊരു ഇൻഡിവിജ്വൽ ആവാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളത്. I mean you shouldn't be a very dependent person, yeah, or stop yourself from exploring a lot. Yeah. അത് ഇപ്പോഴും കുറെ പെണ്ണുങ്ങളുള്ളത് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എനിത്തിങ് ബട്ട് ഞാൻ കേട്ടിട്ടുള്ള അത് നമ്മുടെ ഫ്രീഡം, അത് എന്റെ ചോയ്സ് ആണ്. എനിക്ക് വീട്ടിലിരിക്കണം അല്ലെങ്കിൽ എന്റെ ചോയ്സ് ആണ് ഇങ്ങനത്തെ ഇത്രയൊക്കെ മതി അല്ലെങ്കിൽ ആ ചോയ്സ് എന്താ വരാൻ കാരണം because they weren't exposed much. And this idea is put into your head from the beginning. എന്നിട്ട് ഇല്ല എന്റെ അച്ഛനമ്മമാര് ഫ്രീഡം തന്നിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഇസ് എ ചോയ്സ് ദാറ്റ് ഐ ടു നോ. ഞാൻ അറ്റ്ലീസ്റ്റ് റിസർച്ച് ചെയ്ത് വെച്ച് നോക്കിയപ്പോഴും ഈ പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയ പെണ്ണുങ്ങളുടെ ഫാമിലിയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും നോ ദേ ഹാവന്റ് ബീൻ ഗിവൻ മച്ച് ഓഫ് ഫ്രീഡം. ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, അവര് തന്നെ ഡ്രോപ്പ് ചെയ്യും, അവര് തന്നെ കൊണ്ടുവരും. അങ്ങനെ ഒരു സർക്കിൾ അതുകൊണ്ടാണ് they have that kind of mindset. I wouldn't blame them also, but then I don't know, they again would ഇപ്പൊ ഓൾറെഡി കുറെ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട് അതിന്റെ കാര്യത്തിൽ. അപ്പോഴും അവർ സെയിം ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് അവർ ചോയ്സ്, ദാറ്റ് ഈസ് അവർ ഫ്രീഡം. ബട്ട് അഗെയിൻ സോഷ്യലിസ്റ്റ് എന്താ പറയുക ഫെമിനിസ്റ്റ് പീപ്പിൾ ആൻഡ് ഓൾ ആർ ട്രൈങ് ടു ആസ്ക് ദം ലൈക്ക് that is because of their exposure, but yeah, that is a choice they should make also. I think they should start thinking. കുറച്ചുകൂടെ എന്താ പറയുക ബ്രോഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ. Yeah, I think not just men, women also deserve to know everything. Correct. Know the world. Yeah, I think ശരിക്കും ഒരു എന്താ പറയുക it was really nice. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് I don't think we generally sit and talk about such topics even when we're sitting in a friends group. I mean, this never crosses our mind. Even though എന്താ പറയുക ഇങ്ങനെ ന്യൂസ് വായിക്കും നമ്മൾ അതങ്ങ് വിട്ട് നമ്മൾ ചിന്തിക്കും. പക്ഷെ വിട്ടു ഇങ്ങനെ ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട് ഇതിനെ പറ്റി എന്താ ചിന്തിക്കുന്നതെന്നോ നമ്മൾ ഒരു ഡിസ്കഷൻ ഉണ്ടാവാറില്ല. So I think it was really nice to get to know what she thinks about it. At least we know നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരേപോലെ I am not different. അതായത് ഞാൻ മാത്രം ഇത് തെറ്റാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂ അല്ലായിരിക്കും all of us things like this എന്നുള്ളത് ഒരു it was really nice. So I think അത് കുറച്ചെങ്കിലും ഇപ്പോൾ ലഭ്യത പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ വേറെ രീതിയിൽ ചിന്തിക്കുന്ന, അതായത് ഇത്രയും മതി അല്ലെങ്കിൽ ഡൗറി വാങ്ങിക്കണം എന്നാലേ എനിക്ക് ചെല്ലുന്ന സ്ഥലത്ത് ഒരു റെസ്പെക്ട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ അവിടെ മിണ്ടാണ്ടിരിക്കണം. ആക്ച്വലി എനിക്ക് പറയാൻ പറ്റുമോ ഡൗറി വാങ്ങിച്ച് നമ്മളൊരു സ്ഥലത്ത് women is not a commodity to buy. So that is a very അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ it's very common. Fear and like oh my god, then are you considering me as a thing or did you marry me because you like me as a human being? Correct. അങ്ങനത്തെ ഒരു So I think അങ്ങനത്തെ ഒരു തോട്ട്സ് ആരെയൊക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് it's time for you to come out of it. I think this is it. Thank you so much Rebecca for joining. Thank you.